നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. KSRTC ഡ്രൈവറുമായുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനും മേയറുടെ സഹോദരൻ അരവിന്ദന്റെ ഭാര്യ ആര്യ, കണ്ടാലറിയാവുന്ന ഒരു യുവാവിനുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്തേക്കില്ല എന്ന് സൂചന ലഭിക്കുന്നു. മേയറും ഭർത്താവ് സച്ചിൻ ദേവും മുൻകൂർ ജാമ്യം തേടിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോടതിയിൽ യദു നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് FIR-ലുള്ളതും. ബസ്സിലെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചതും, സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയതും, മോശം വാക്കുകൾ പറഞ്ഞതും ഉൾപ്പെടെയാണ് FIR-ലുള്ളത്. ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിന്റെ അന്വേഷണത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്നതിന് പകരം യദുവിന്റെ ഫോൺ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതിനെതിരെയാണ് മേയർക്കെതിരെ ഇങ്ങനെയൊരു കേസ് എടുക്കുന്നത്. നേരത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി മേയർക്കും കൂട്ടർക്കുമെതിരെ കേസെടുത്തിരുന്നു. അഭിഭാഷകൻ ബിജു നോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരുന്നത്. ബൈജുവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയേക്കാം. കൂടാതെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ സ്ഥലത്തുള്ളവരെ കണ്ടെത്തിയും മൊഴി രേഖപ്പെടുത്തും. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഇതോടെ 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കുതർക്കമുണ്ടായി എന്ന് പറയുന്ന ദിവസം ഡ്രൈവർ യദു 1 മണിക്കൂർ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ യദുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുമുണ്ട്.